ഹലോ ഗേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഡ്രൈവർ മാമൻ വന്നു, നമ്മൾ കാറിൽ കയറി. അങ്ങനെ നമ്മൾ അട്ടകുളങ്ങരയുള്ള ഷോപ്പിംഗ്, നമ്മൾ രാമേന്ദ്രൻ ഷോപ്പിംഗ് മോളിലാണ് കേട്ടോ പോകുന്നത്. ഇനി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. രാവിലെ നേരത്തെ ഇറങ്ങി അങ്ങനെ നമ്മൾ അങ്ങനെ വലുതായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവരല്ല, എന്നാലും വല്ലൊരാണ്ടിലും ഇങ്ങനെ എടുത്താലങ്ങ് അങ്ങനെ അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. അങ്ങനെ വന്നപ്പോൾ ആ ചെയ്യുന്ന സമയത്തൊന്ന് ഈ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡയമണ്ടിലെത്തി. അപ്പോൾ ചേച്ചിക്ക് ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അങ്ങനെ മെറ്റീരിയലൊക്കെ നോക്കാൻ കേട്ടോ. അതൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞാനിത് അവിടെ ഇവിടെയും തിരിഞ്ഞ് ഓരോ ഡ്രസ്സുകളൊക്കെ ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കണം. അങ്ങനെ എൻ്റെ അവസരം വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരുപാട് ഒത്തിരി ഡ്രസ്സ് വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ പതിരി ഇങ്ങനെ നോക്കത്തില്ലേ, അതുപോലെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പതിരി അത് എന്താ നമ്മൾ സാധനം ചെയ്യുന്ന പോലെ അങ്ങനെ നോക്കണം. അപ്പോൾ എനിക്കൊന്ന് ഫ്രണ്ടിൽ ആ സെക്ഷനിലൊക്കെ ഒരു എന്താ റേറ്റ് അത്യാവശ്യത്തിന് റേറ്റുള്ള പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല അഫോർഡബിളാണ്. പേഴ്സണലി എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചോ. എനിക്ക് പേഴ്സണലി ഞാൻ സാധനം പോകുന്ന രാമനിലാണ്. അപ്പം ഹച്ചിങ്ങനെ ഓരോരുത്തരായിട്ട് ഇട്ട് കാണിക്കണം, ഇത് വേണം. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എനിക്ക് ചൂടായിരുന്നു. അങ്ങനെ ഒരു ഫ്രൂട്ടിയെ കുറിച്ചു ഉന്നയിച്ചു പറയിച്ചു. അപ്പോൾ ഊണിന് വീടിനെടുക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ ഞാൻ മഞ്ചൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു. കുറച്ച് പ്രോത്സാഹനം ഡ്രസ്സ് മഞ്ചാണ്. അപ്പം ഡാൻസറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചത്. ഡാൻസർ പ്രൂഫാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഒരു പീസ് കളർ ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. DL007 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അപ്പം എന്താ അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലതുപോലെ തോന്നി. ഞാൻ ആ ഒരു സമയത്ത് കയ്യിൽ ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു, ഇങ്ങനെ വരച്ച് നോക്കിയായിരുന്നു. അപ്പം എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ ക്വാളിറ്റിയുള്ളത് തോന്നി. ഇതിനൊരു എത്രയാണ് 200 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. അത്യാവശ്യം നല്ല ക്വാളിറ്റി പോലെ തോന്നി. നല്ല ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം ഡെയിലി വ്ളോഗ്സ് ഉണ്ട്, മോട്ടിവേഷൻ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ PCയുടെയും UPSCക്കും വേണ്ടിയിട്ടുള്ള ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ അല്ലറ ചില്ലറ ഡ്രോയിങ്, പെയിൻറ്റിങ്, മ്യൂറൽ ആർട്ട് അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു വർക്ക്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ ഇൻപുട്ട് ഇടാത്ത ചാനൽ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാര്യത്തിൽ നിന്ന് പോയിട്ട് മാറി തോന്നുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തന്നെ വരച്ച് നോക്കാം. ഞാനത് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം വരച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ജസ്റ്റ് തന്നെ വരച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ ഒന്ന് നോക്കിയായിരുന്നു. കുറച്ച് നേരം അതൊന്ന് ട്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡാൻസ് പ്രൂഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് നല്ലൊരു ഷെയ്ഡായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ് തോന്നി, ന്യൂ ഷെയ്ഡാണ്. അപ്പം ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിച്ചത്. ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ആയിട്ടൊന്ന് ഇതായിട്ട് നോക്കിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് പിന്നീട് അത് ട്രാൻസ്ഫർ ആവുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കയ്യിലൊന്നും അങ്ങനെ പറ്റുന്നില്ല. അത് പിന്നെ ഇളകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നാലും കുഴപ്പമില്ല. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ, കുഴപ്പമില്ല. നല്ല അങ്ങനെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല മണമാണ്. കുഴപ്പമില്ല. അങ്ങനെ നല്ല ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഡാസ്ല. അപ്പോൾ ഞാൻ അടുത്ത് പ്ലമ്മിൻ്റെ ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ പ്ലമ്മിൻ്റെ നയസൻമൈഡ് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരും ചേഞ്ച് ആവശ്യമാണല്ലോ. അങ്ങനെ ഞാനൊന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. SPF 50 PA+++ ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പം ഞാൻ ഒറ്റടി നേരത്തെ പൊട്ടിച്ചായിരുന്നു, അവർ കളത്തിൽ പൊട്ടിച്ചായിരുന്നു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതേ സാധനം അതിൻ്റെ ക്യൂരിയോസിറ്റിയോട് പൊട്ടിക്കത്തില്ല, അങ്ങനെ പൊട്ടിച്ചായിരുന്നു. എനിവേ ഗൈസ്, കൊള്ളാം. ഞാൻ എന്നെ കുറച്ച് കയ്യിലൊക്കെ എന്താ മുഖത്ത് തേച്ചു. മുഖത്ത് ഗ്ലോയി എഫക്റ്റാണ്. പിന്നെ സ്റ്റിക്കി അല്ല കേട്ടോ, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള പോലെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അതുപോലെ തന്നെ ഇട്ടോടനെ ഒരു മസാജ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് മുഖത്തങ്ങ് പിടിച്ചോളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. പിന്നെ ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല, അതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വൈറ്റ് കാസ്റ്റ് ഇല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗാണ്. കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കയ്യിൽ ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം അബ്സോർബ് ആകുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ജെൻറ്റലായിട്ടൊന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റിക്കി അല്ല, എന്താ ഒരു ഓയിലി ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് തോന്നുന്നത്. ഞാൻ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് ഒരു ബെറ്ററായിട്ട് തോന്നി, അത്യാവശ്യം ബെറ്ററായിട്ട് തോന്നി. ഞാൻ പ്ലമ്മിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നൈസിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും എന്താ ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം കണ്ടോ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതൊന്നും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു. റേറ്റ് വരുന്നത് എത്ര 300 ആ ഒരു സംതിങ് റേറ്റാണ് കേട്ടോ. 300 എത്രയാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 300 ഇങ്ങനെ ഒരു കുട്ടി സാധനം നമ്മുടെ ഈ ഹെഡ് മസാജറൊക്കെ ഇല്ലേ, നമ്മുടെ ഈ ഷാമ്പൂ ഒക്കെ മസാജ് ചെയ്യണം, ഓയിൽ മസാജറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഒരു പുതിയ തോന്നി വാങ്ങിച്ചാണ് കേട്ടോ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒന്ന് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. 95 റേറ്റാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. ഞാൻ ഇങ്ങനെ ആഡിലൊക്കെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയാണ്. അറിയത്തില്ല, ഉപയോഗിച്ചാലേ അറിയാവൂ. അപ്പം അതൊന്ന് ജസ്റ്റ് വാങ്ങിച്ച് നോക്കിയാണ്. പിന്നെ റബ്ബർ പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്, കുഴപ്പമില്ല. എനിക്ക് എന്തായാലും എൻ്റെ ഒരു കുട്ടി സാധനം അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ.
ക്ലിപ്പ് കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ പോലത്തെ ഒരു ക്ലിപ്പില്ലേ, ആ ഒരു ക്ലിപ്പ് പോലെ ഏകദേശം തോന്നിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമാണ്. അപ്പം ഇങ്ങനെ ക്യൂട്ടായിട്ടൊരു ക്ലിപ്പാണ്, നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതും വലിയൊരു കാര്യം. നല്ല എന്താ, നമ്മൾ തലയിൽ വയ്ക്കുമ്പോൾ അങ്ങ് ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. ഓവറായിട്ട് ടൈറ്റ് ആവില്ല, എന്നാലും അത്യാവശ്യം നല്ല റേറ്റിൽ ഒരു 15 ആ ഒരു റേഞ്ചിൽ ഉള്ള ഒരു ക്ലിപ്പാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു അട്രാക്റ്റീവ്നെസ് തോന്നി വാങ്ങിച്ചതാണ്. കിട്ടും, നല്ലതാണ്. പിന്നെ ഈ ഒരു കുട്ടി ക്ലിപ്പ് നമ്മൾ ഈ മുടിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടില്ലേ, ചെറിയൊരു ക്ലിപ്പ്, ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ക്ലിപ്പാണ് കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു 10 രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ കേട്ടോ. അഫോർഡബിളാണ്, നല്ല അഫോർഡബിളാണ്. പിന്നെ അടുത്ത് വാങ്ങിച്ചത് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ. നമ്മുടെ ഈ മുടിയൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. അത്യാവശ്യം കൊള്ളാം, നല്ല ക്ലിപ്പ്, നല്ല ഒരു ടൈറ്റായിട്ടിരിക്കുന്ന പോലെ തോന്നി. ഞാൻ വെച്ച് നോക്കിയായിരുന്നു. ഒരു 25 ആ റേറ്റിലാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു 25 റേറ്റിലാണ് ഇത് വരുന്നത്. നല്ല ക്ലിപ്പാണ്. എനിക്ക് വെച്ച് നോക്കിയപ്പോഴത്തേക്കും, ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്ലിപ്പ് പോലെ തോന്നി. നല്ല ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. ഇത്തിരി എന്താ, ബലം പിടിക്കാൻ കാര്യമൊന്നുമില്ല. നല്ല ക്ലിപ്പ് പോലെ തോന്നി. ഇപ്പോൾ അപ്പോൾ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാനൊന്ന് എന്താ ജസ്റ്റ് ഓരോരോ പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും സൺസ്ക്രീനും ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതല്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താ, ഒരു ഷോർട്ട് ടോപ്പാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടോപ്പായിട്ട് എനിക്ക് തോന്നി. എൻ്റെ റേറ്റ് വരുന്നത് ഒരു 299, 299 രൂപയൊക്കെ ഉള്ള സാധനമാണ്. അപ്പം ബാംഗ്ലൂരിലെ എൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ നല്ല എന്താ, നല്ല റേറ്റ് പോലെ തോന്നി. അഫോർഡബിൾ റേറ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് പോലെ തോന്നി. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പ് കൂടി, ഒരു ഷോർട്ട് ടോപ്പ് കൂടിയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം അതും ഇനിയും വ്ളോഗ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഇത്ര ഒരു എന്താ 599, ഒരു 599 രൂപ, ഏകദേശം 600 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ആട്ടോ. എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാങ്ങിച്ചാണ്. എന്താ പറയുക, നല്ല ഡ്രസ്സ് പോലെ തോന്നി, ക്വാളിറ്റിയുള്ള പോലെ തോന്നി. അങ്ങനെ വാങ്ങിച്ചാണ്, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചേച്ചിയുടെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓപ്ഷണലായിട്ട് വാങ്ങിച്ചാണ്. അങ്ങനെ പൈസ തയ്ക്കും അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല. അത്യാവശ്യം ഇങ്ങനെ ഒരു മുത്ത് പോലത്തെ സാധനം വരുന്നുണ്ട്. അത് എനിക്ക് അട്രാക്റ്റായിട്ട് തോന്നി. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് ഒരു പിങ്കിഷ് കളർ, ഇങ്ങനെ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു വേറൊരു റെഡ് പോലെ തോന്നുകയാണ്. ആക്ച്വലി ഇത് പിങ്കിഷ് കളറാണ് കേട്ടോ. പിങ്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു റെഡ് പോലത്തെ, പിങ്കും റെഡും കൂടെ ഏതാ കളറിന് ഒരു റെഡ് പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം നല്ല ഡ്രസ്സായിട്ട് തോന്നി. അറിയാം, വർക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മുത്ത് വെച്ചിട്ടുള്ള വർക്കുകളാണ്, ഗോൾഡൻ കളർ മുത്ത് വെച്ചിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ റെഡും നല്ല തെറിച്ച് നിൽക്കുന്ന കളറാണ് കേട്ടോ. ആരും നമ്മൾ കുത്തും നല്ല തെറിച്ച് നിൽക്കുക ഒരു കളർ, നല്ല കളറായിട്ട് തോന്നി. നിങ്ങൾക്ക് ഫോണിൽ കാണുന്നതുകൊണ്ട് എൻ്റെ യഥാർത്ഥ കളർ എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. എനിക്കും അങ്ങനെ ഫീൽ ചെയ്ത പേഴ്സണൽ. അപ്പം കാണുമ്പോൾ നീറ്റ് കാണുമ്പോൾ ഒരു വേറൊരു കളറാണ്. പക്ഷേ കൊള്ളാം, അത്യാവശ്യം മുത്ത് വർക്ക് ഒക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. അത് ഭംഗിയായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത് സിമ്പിളായിട്ടുള്ള ഡ്രസ്സുമാണ്. അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. ഷോള് ഈ നെറ്റിൻ്റെ ഷോളില്ലേ, അത് എനിക്ക് പേഴ്സണലി ഞാനിങ്ങനെ അങ്ങനെ ആ ഒരു സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഷോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഷോൾ വാങ്ങുന്നുണ്ടല്ലോ, അത് വാങ്ങാൻ വെച്ചു. അപ്പോൾ നമുക്ക് 125 രൂപ. പക്ഷേ ഷോളും കൊള്ളാം. അങ്ങനെ ഒരു റെഡ് ഷോളും വെള്ള ഷോളും നല്ല 225 കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഷോൾ വേണമല്ലോ എന്ന് പറഞ്ഞ് ഓർത്തു. അപ്പോൾ പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഓരോരോ ഡ്രസ്സ് അങ്ങനെ ഉണ്ടല്ലേ, അപ്പം അവിടെ പോകും. അങ്ങനെ ഓരോരോ ഡ്രസ്സായിട്ട് ഇങ്ങനെ വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ 125 റേറ്റ് വരുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കെയർ ചെയ്ത് നല്ല ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ്. അപ്പം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയും വ്ളോഗുകൾ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.